ഞാൻ രേഖ. ഇന്നുണ്ടാക്കുന്ന ഒരു ഫിഷ് കറിയാണ്. അതിന് വേണ്ടിയിട്ട് ചുമന്ന കോര, ചെമ്പല്ലി എന്ന് ചില സ്ഥലത്ത് പറയും തോന്നുന്നതിന്, അതാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം വെട്ടിക്കഴിയൊക്കെ വന്നപ്പോൾ 500 ഗ്രാം ഉണ്ടാവും. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉലുവ, ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 5 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇത്രയിട്ടൊന്ന് പച്ചമണം മാറുന്നൊരു വഴറ്റുകയാണ്. എന്നിട്ട് അതിലേക്ക് ഇത്തിരി നീളത്തിലുള്ള ഒരു 6 കോക്കനട്ടിൻ്റെ കഷ്ണങ്ങൾ, തേങ്ങയുടെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിയും 10 കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്. വേറെ മുളകാണെങ്കിൽ ഭയങ്കര എരിവായിരിക്കും, അതുകൊണ്ട് എരിവ് നോക്കിയിട്ടെടുക്കാം മുളക്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് 1/4 കപ്പ് തിളപ്പിച്ച വെള്ളവും കൂടെ ഒഴിച്ച് അടുപ്പ് ഓഫാക്കി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി മീനിലേക്ക് ഞാൻ 4 5 പച്ചമുളക് അവരവരുടെ എരിവനുസരിച്ച് ചേർക്കാം. ഇത് എരിവില്ലാത്ത പച്ചമുളകായതുകൊണ്ട് ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും. എന്നിട്ട് ഞാൻ നേരത്തെ നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് വറുത്ത് വെച്ചെന്ന് ആറിയിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ടുണ്ട്. ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ച് എത്രമാത്രം തിക്നെസ് വേണം എന്നനുസരിച്ച് വെള്ളം ചേർക്കുക. തിളപ്പിച്ചാർച്ച വെള്ളം ചേർക്കുക. ഇനി ഇത് അടുപ്പത്ത് വെച്ചൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അത് തിളയ്ക്കുന്നിടം വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. കുറച്ച് കറിവേപ്പിലയും ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ചേർക്കുക. എന്നിട്ടാണ് അടച്ചു വെച്ച് വേവിക്കേണ്ടത്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. വെളിച്ചെണ്ണ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നുള്ളൂ. കുറച്ച് കറിവേപ്പിലയും ചേർത്തു. ഇനി അത് തിളയ്ക്കുന്നിടം വരെ അടച്ചു വയ്ക്കുക. എന്നിട്ടിനി നമുക്ക്, ഞാൻ കുടംപുളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇത്തിരി നേരം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അത് അതിലേക്ക് ആ വെള്ളത്തോടുകൂടി ചേർക്കുകയാണ്. ഇത് നല്ല പുളിയുള്ള പുളി ആയതുകൊണ്ട് കുറച്ച് പുളിയല്ല, അവരവരുടെ പുളിയുടെ പുളി അനുസരിച്ച് ചേർക്കുക നിങ്ങൾ. ഇനി ഒന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുമ്പോഴത്തേക്കും കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ടാവും. അരപ്പക്ക കുറുകിയിട്ടുണ്ടാവും. ഞാൻ ഫ്ലെയിം ഓഫാക്കി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർത്ത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഉപയോഗിക്കുക.